വെൽക്കം ബാക്ക് ടു Whitestone Academy. Whitestone Academyയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിക്കിൾസിനെ കുറിച്ചാണ്. വാട്ട് ഈസ് ആർട്ടിക്കിൾ? ഒരു നൗണിനെ നിർവചിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡുകളെയാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എ ആൻഡ് ദ. അപ്പോൾ ഈ വേർഡുകളാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. എ ആൻഡ് ദ ആർ കോൾഡ് ആർട്ടിക്കിൾസ്. സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് ആർട്ടിക്കിൾസ്. അത് രണ്ട് തരത്തിലുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് അനദർ വൺ ഈസ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അപ്പൊ എന്താണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, എന്താണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു എ സ്പെസിഫിക് നൗൺ. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു 100% ഷുവർട്ടി ഉള്ള, അല്ലെങ്കിൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിളിനെയാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ദ ഈസ് യൂസ്ഡ് ഫോർ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ദ ഈസ് കോൾഡ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇവിടെ സൺ എന്ന് പറയുന്നതും ഈസ്റ്റ് എന്ന് പറയുന്നതും ഒക്കെ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അല്ലെങ്കിൽ സൂര്യൻ കിഴക്ക് തന്നെയാണ് ഉദിക്കുക. അത് 100% ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അത് മാറില്ല. ഒരു ദിവസം നമ്മളത് വേറൊരു സ്ഥലത്ത് പോയിട്ട് ഉദിക്കുന്നില്ല. അപ്പൊ അത്തരം കേസില്ല. അതായത് 100% ഷുവർട്ടി ഉള്ള കാര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത്തരം എന്താണ് നൗണിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഒന്ന് എന്താണ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ദ എന്ന് പറയുന്നത്. അത്തരം ആർട്ടിക്കിളെയാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അതുപോലെ ദ ഖുറാൻ. അപ്പോൾ ഖുറാൻ എന്ന് പറയുന്നത് ഒരു ഹോളി ബുക്കാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെ പറയുമ്പോഴും ദ ഖുറാൻ, അല്ലെങ്കിൽ ദ ഇന്റർനെറ്റ്, ദ സൺ. അപ്പോൾ ഇത്തരം 100% നമുക്ക് നടക്കുമെന്ന് ഷുവർട്ടിയുള്ള കാര്യത്തെക്കുറിച്ച് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ചില രാജ്യങ്ങളുടെ കുറിച്ച് പറയുമ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രദേശത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒക്കെ നമ്മൾ ദ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ദ നെതർലാൻഡ്സ്, ദ USA, ദ UAE. ഇപ്പൊ ഇതുപോലെ ഒരു എന്താണ് രാജ്യങ്ങളെക്കുറിച്ചോ ഒരു പ്രദേശങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ദ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യം, ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച്, ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ രണ്ടാമത് ഒന്നും കൂടി എടുത്ത് പറയുമ്പോൾ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ സോ എ മൂവി ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ ഞാനൊരു മൂവി കണ്ടു. ഐ സോ എ മൂവി ലാസ്റ്റ് നൈറ്റ്. അപ്പൊ ഇവിടെ ഐ സോ എ മൂവി, ഇന്നലെ ഒരു മൂവി ഞാൻ കണ്ടു. ഐ സോ എ മൂവി. അപ്പൊ ഈ മൂവിനെ കുറിച്ച് ഞാൻ വീണ്ടും പറയാണ്. അതിന്റെ കുറച്ച് കാര്യങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്ന സമയത്ത് ഈ മൂവിനെ ഞാൻ എടുത്തു പറയാണ്. ഒന്നും കൂടെ രണ്ടാമതാവും സംഭവത്തെ ഞാൻ എടുത്തു പറയുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ദ മൂവി ബേസ്ഡ് ഓൺ എ റിയൽ ടൈം സ്റ്റോറി. അപ്പൊ ഇവിടെ രണ്ടാമത് നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? ഐ സോ എ മൂവി ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി ഞാനൊരു മൂവി കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ആ കാര്യത്തിൽ ആ മൂവിനെ കുറിച്ച് ഒന്നും കൂടെ നമ്മൾ പറയാണ്. അതിലുള്ള ഒരു സംഭവത്തെ കുറിച്ച് അതിനെ ഒന്നുകൂടെ ഡീറ്റെയിൽ ചെയ്ത് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഈ മൂവിനെ വീണ്ടും എടുത്ത് പറയുന്ന സാഹചര്യം വരുമ്പോൾ ദ മൂവി ബേസ്ഡ് ഓൺ എ റിയൽ ടൈം സ്റ്റോറി, അല്ലെങ്കിൽ റിയൽ ടൈം ഇൻസിഡന്റ്. ഒരു ശരിക്കും നടന്ന ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് ഈ സ്റ്റോറി എന്ന്, ഐ മീൻ ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തു പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ദ യൂസ് ചെയ്യാം. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ വീണ്ടും എടുത്തു പറയുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ചില സ്പെസിഫിക് ഏരിയാസിനെ അല്ലെങ്കിൽ കൺട്രീസിനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ, അതായത് 100% സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുക? ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിനെ കുറിച്ചാണ്. സോ വാട്ട് ഈസ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ? ഇറ്റ് റെഫേഴ്സ് ടു എ നൗൺ വിച്ച് ഈസ് നോട്ട് സ്പെസിഫിക്. ഒരു സ്പെസിഫിക് അല്ലാത്ത നൗണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന അത്തരം സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിളെയാണ് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. എ ആൻഡ് ആൻ ഈസ് കോൾഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. എയും ആനുമാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എ ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കും, ആൻ എവിടെ ഉപയോഗിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പം വൊവൽ സൗണ്ട്സിന് മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആൻ യൂസ് ചെയ്യും. ഏതാണ് വൊവൽ സൗണ്ട്സ്? നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ 5 വൊവൽ സൗണ്ട് ആണ് ഉള്ളത്. എ, ഇ, ഐ, ഒ, യു. ഈ എ, ഇ, ഐ, ഒ, യു വരുന്ന വൊവൽ സൗണ്ടുകൾ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആൻ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൻ അംബർല. മനസ്സിലായില്ലേ? ഇവിടെ അംബർല എന്ന് പറയുന്നത് ആ വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വൊവൽ സൗണ്ടിലാണ്. അതുകൊണ്ട് നമ്മളവിടെ എന്ത് യൂസ് ചെയ്തു?
ആൻ അംബർല അല്ലെങ്കിൽ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്തു. ഇനി എ എന്ന് പറഞ്ഞാൽ മറ്റ് കോൺസണന്റ് സൗണ്ടുകളുണ്ട്. അതായത് വവൽ സൗണ്ട് അല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ കോൺസണൻസിന്റെ മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? എ യൂസ് ചെയ്യും. മനസ്സിലായി? എ ബോയ്, എ ഗേൾ എന്നൊക്കെ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഐ നീഡ് എ ഫോൺ. എനിക്കൊരു ഫോൺ ആവശ്യമുണ്ട്. ഇവിടെ എ ഫോൺ. അപ്പോൾ ഫോൺ എന്ന് പറയുന്ന ആ സൗണ്ട് വരുന്ന എന്താണ്? അതൊരു വവൽ സൗണ്ട് അല്ല. അപ്പോൾ അവിടെ നമ്മൾ എ യൂസ് ചെയ്തു. ഐ നീഡ് എ ഫോൺ. ഷീ ഈസ് എ സിംഗർ, എ സിംഗർ. അപ്പോൾ അവിടെ വവൽ സൗണ്ട് അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തു? എ യൂസ് ചെയ്തു. അപ്പോൾ വവൽ സൗണ്ട് വരുന്ന സ്ഥലത്ത് ഒക്കെ ആനും, വവൽ സൗണ്ട് അല്ലാത്ത വേർഡുകളുടെ മുമ്പിൽ എന്ത് യൂസ് ചെയ്യും? എയും യൂസ് ചെയ്യും. ആർട്ടിക്കിൾ രണ്ട് ടൈപ്പാണ്, ഡെഫിനറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനറ്റ് ആർട്ടിക്കിളും. ഡെഫിനറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡായാണ്. ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എയും ആനുമാണ്. ആന് വവൽ സൗണ്ടിന്റെ മുമ്പിലും എ വവൽ സൗണ്ട് അല്ലാത്ത മറ്റ് കോൺസണൻസിന്റെ മുമ്പിലുമാണ് നമ്മൾ എയും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണ് നിങ്ങളെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു സോ മച്ച്.